വീണ്ടും നാമജപ ഘോഷയാത്ര. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക, ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടുക, വകുപ്പ് മന്ത്രി രാജിവെച്ച് അന്വേഷണം നേരിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശബരിമല അയ്യപ്പ സേവാ സമാജം വടകര താലൂക്ക് ഓഫീസിലേക്ക് നാമജപ ഘോഷയാത്ര നടത്തി. സേവാ സമാജം മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജൻ ഈറോഡ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് പി കെ കുമാരസ്വാമി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വിജയബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തി. പ്രേംദാസ് സ്വാമി ഇരിങ്ങണ്ണൂർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജയേഷ് വടകര, രാഘവൻ ഗുരുസ്വാമി, വിനോദ് ഗുരുസ്വാമി, ലജീഷ് പി എം മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി. പവിത്രൻ ചോമ്പല നന്ദിയും പറഞ്ഞു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കപ്പെടുന്ന വിശ്വാസിയാകുന്നു. അയ്യപ്പൻ എന്റെ ജീവവായുവാകുന്നു. അയ്യപ്പധർമ്മം എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ശബരിമലയും മറ്റു ക്ഷേത്രങ്ങളും എന്റെ പെറ്റമ്മയെ പോലെ ഞാൻ സ്നേഹിക്കുന്നു. അത് കളങ്കിതമാക്കാൻ ഞാൻ കൂട്ടുനിൽക്കുകയില്ല. ക്ഷേത്രങ്ങളിലെ തട്ടിപ്പിനും വെട്ടിപ്പിനുമെതിരെ ഞാൻ പോരാടും. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിൽ വന്നപ്പോ ഹിന്ദു രാജാക്കന്മാര് സ്വീകരിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ പള്ളി ഉണ്ടാക്കുവാൻ മാലിക് ദീൻ ഹിന്ദു രാജാവിനോട് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് ദുർഗാദേവി ക്ഷേത്രമുണ്ടാക്കാൻ ബാക്കി വെച്ചിരിക്കുന്ന കല്ലുകൾ കൊണ്ടുണ്ടാക്കിയതാണ് ഭാരതത്തിലെ ആദ്യത്തെ മുസൽമാന്റെ പള്ളി, ചേരമാൻ പെരുമാൾ പള്ളി എന്ന് അറിവുള്ള മുസ്ലിങ്ങൾക്കറിയാം. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് ചർച്ച് പണിതു കൊടുത്തവരാണ് ഹിന്ദു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കൊന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും അവർക്ക് മാതൃകാ കോളനികൾ പണിതു കൊടുത്തവനാണ് ഹിന്ദു. കിഴക്കൻ ജർമ്മനിയിൽ പിറന്ന് സോവിയറ്റ് റഷ്യയിൽ പരീക്ഷിച്ച ആ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ആശയത്തെ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ച് EMSനെ മുഖ്യമന്ത്രിയാക്കി കൊടുത്തവന്റെ പേരാണ് ഹിന്ദു. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെയും ഈശ്വര നിഷേധിയായ ചാർവാകനെയും മഹർഷി എന്ന് വിളിച്ച് ആദരിച്ച് ആരാധിച്ച പാരമ്പര്യമുള്ള ഹിന്ദുവിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സ്നേഹിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല.